ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു ഫിഷ് ഫ്രൈ ആണ്. അതിനായിട്ട് നമുക്ക് ഏത് മീനും എടുക്കാം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ചെറിയ സൈസിലുള്ള കൊഴിയാള മീനാണ്. മീനെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് വരഞ്ഞെടുക്കുക. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നാരങ്ങ പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് മീനെല്ലാം മുക്കി പൊരിക്കാനായിട്ട് ഒരു പൊടിയാണ് തയ്യാർ ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു പിടി പൊട്ടുകടല, ഒരു 4-5 വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത പൊടിയിൽ ഞാനിപ്പോൾ കുറച്ച് ഉപ്പും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് മീനും എടുത്ത് അടുത്ത് തന്നെ വെച്ചേക്കാം. ഇനി ഒരു പ്ലേറ്റിൽ നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് പൊടിയെല്ലാം നല്ല വിതറി കൊടുക്കുക. നമ്മൾ ചേർത്ത മുളക് പൊടിയും പിന്നെ ഉപ്പും പിന്നെ ഞാൻ 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓരോരോ മീനുകളായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ മീനും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പൊടികൾ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊരിക്കാനായിട്ട് മീനെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി എണ്ണയാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ പൊടിയിൽ മുക്കിയ എല്ലാ മീനും ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതീയിലാണിപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം കരിഞ്ഞു പോകാതെ വേണം എടുക്കാൻ. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ മീനിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയ പൊടിയും നമ്മൾ ഈ മീനും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെയധികം ഒരു ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചുമിട്ട് 2 വശവും നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ കുറച്ച് സമയമെടുത്ത് വേണം നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഒക്കെ ഒന്ന് റെഡിയാക്കാൻ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.